നമസ്കാരം. സംസ്ഥാനത്ത് IS റിക്രൂട്ട്മെന്റ് വ്യാപകമെന്ന് തുറന്നടിച്ച കേരളത്തിൽ വളർന്നു വരുന്ന ഇസ്ലാം തീവ്ര വർഗീയത അപകടകരമാണെന്ന മുന്നറിയിപ്പുമായി CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ. നിലമ്പൂർ MLA PV അൻവറിന്റെ ന്യൂസ് ബോംബുകൾ തകർക്കുന്നതാണ് P ജയരാജന്റെ വെളിപ്പെടുത്തൽ. വടകര പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ തോൽവി ചില പാഠങ്ങൾ പഠിപ്പിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി എത്തിയ CPM നേതാവ് P ജയരാജൻ ചൂടുപിടിപ്പിച്ച കാഫിർ പോസ്റ്റിന് ശേഷം വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും ISലേക്കുള്ള ഒഴുക്ക് വ്യാപകമാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഒരു സ്വകാര്യ ചാനൽ അഭിമുഖത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നുവെന്നും കണ്ണൂരിൽ നിന്നുള്ള ചെറുപ്പക്കാരാണ് കൂടുതലായി ഭീകര സംഘടനയിലേക്ക് പോകുന്നതെന്നും പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജയരാജൻ വ്യക്തമാക്കി. ജയരാജൻ എഴുതുന്ന പുസ്തകത്തെ പറ്റി അവതാരകന്റെ ചോദ്യത്തിനാണ് സംസ്ഥാനത്ത് ഇസ്ലാമിക തീവ്രവാദം വേരൂന്നിയ കാര്യം CPM നേതാവ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ലോകത്താകെ ഇസ്ലാമിക തീവ്രവാദം വർദ്ധിക്കുകയാണ്. അതിന്റെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുമുള്ള യുവാക്കൾ ISലേക്ക് പോകുന്നു. ഇതിനെ ഗൗരവമായി തന്നെ കാണണം. കണക്കുകൾ അടക്കം നിരത്തിയാണ് ജയരാജന്റെ ഈ തുറന്നു പറച്ചിൽ എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മതരാഷ്ട്രീയവാദികളാണെന്നും CPM മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ P ജയരാജൻ പറഞ്ഞു. കശ്മീരിൽ കൊല്ലപ്പെട്ട കണ്ണൂരിലുള്ള 4 ചെറുപ്പക്കാരെ കുറിച്ചും ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. ജയരാജന്റെ പുസ്തകങ്ങളിൽ കണ്ണൂരിലെ യുവാക്കളിൽ ഇസ്ലാമിക ഭീകര സംഘടനകൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഒക്ടോബറോടെ ഈ പുസ്തകം പുറത്തിറങ്ങും. പുസ്തകത്തിന് വലിയ വിമർശനമുണ്ടാകുമെന്നും അതിനെയൊന്നും താൻ ഭയപ്പെടുന്നില്ലെന്നും CPM നേതാവ് ആരെയും ലവലാശം ഭയക്കാതെ പറയുന്നു. ജനാധിപത്യ രീതിയിൽ വിമർശനമുണ്ടാകണം, പക്ഷേ നിലവിലെ സ്ഥിതിക്ക് മാറ്റം വേണമെന്നാണ് ജയരാജൻ പറയുന്നത്. കേരളത്തിലെ IS റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച വാർത്ത 2015 പുറത്തു വന്നിരുന്നു. പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ അന്ന് അത് തള്ളുകയാണ് ഉണ്ടായത്. കേരള സ്റ്റോറിയെ സംഘപരിവാർ അജണ്ടയെന്ന് പറഞ്ഞ് CPM എതിർക്കുകയായിരുന്നു. വടകര പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും വർഗീയത പ്രചരിപ്പിച്ചുവെന്ന CPM ആരോപണങ്ങൾ നിലനിൽക്കവെയാണ് P ജയരാജന്റെ വിമർശനം എന്നതാണ് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടത്. സംസ്ഥാനത്തെ ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തെ ഒരു വശത്ത് ചൂടുപിടിപ്പിക്കുകയാണ്. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGPയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ PV അൻവർ MLA വാളും പരിചയവുമായി യുദ്ധം ചെയ്യുകയാണ്. മലബാറിലെ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് P ജയരാജൻ പുസ്തക രചനയിലാണെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇതോടെ ആ പുസ്തകം വിവാദമാവുമെന്ന് ഉറപ്പാവുകയാണ്. നന്ദി.